ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്ന് ചെറിയൊരു വ്ളോഗാട്ടോ, മോനെ പൊന്നാനിന്ന് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനും ഇയമോളും ബസ്സിൽ പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നല്ല നല്ല കമൻസ് ഒക്കെ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് മക്കരപ്പറമ്പിൽ നിന്ന് കയറി ഇപ്പോൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് നേരെ തിരൂർ ബസ് കിട്ടി കേട്ടോ. അപ്പോൾ തിരൂർ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ബസ് എടുത്തിട്ടില്ല, ഞാനും ഈ മോളും കയറി ഇരിക്കുക. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബസ് എടുത്തിട്ടോ, ഒരാകെ 5 മിനിറ്റ് നേരം അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിനെ. പിന്നെ അവിടുന്ന് ബസ് എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഭാഗത്തോട്ട് കയറിയിരുന്നു കേട്ടോ. ഫ്രണ്ട് സീറ്റില്ലേ അവിടെ കയറിയിട്ടിരുന്ന് ഇപ്പോൾ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയമോള് പറഞ്ഞു നമുക്ക് മുന്നിലിരിക്കാൻ വെച്ച്, അപ്പോൾ അമ്മച്ചിക്ക് വീടെടുക്കാനും നല്ല എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറിയിരുന്നു. അപ്പോൾ മുത്തുമണികളെ നമ്മളങ്ങനെ തിരൂർ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പെട്ടെന്ന് തന്നെ പൊന്നാനി ബസ് കിട്ടിയിട്ടോ. KSRTC ബസ്സിൻ്റെ കേട്ടോ പിന്നെ പോയത്. അവർക്ക് KSRTC ബസ് കിട്ടിയതുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറിയിരുന്ന് പോയി. കാരണം ഒരു വെള്ളം ഒന്നും വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് ബസ് കിട്ടിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് കയറി അങ്ങനെ പോയിങ്ങോട്ട് നിൽക്കുകയാണ്. KSRTC ബസ്സിൽ പോയപ്പോൾ പെട്ടെന്ന് എത്തും കേട്ടോ. കാരണം സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ നിർത്തുക. പിന്നെ അതിൻ്റെ ഇടയിൽ കടല വിൽക്കുന്ന ആൾ വന്നു കേട്ടോ. കപ്പലണ്ടിയൊക്കെ വിൽക്കുന്ന ആൾ വന്നു. അങ്ങനെ ആ ഇയമോക്ക് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഞാനും ഇയമോളും കൂടെ അത് കഴിച്ചു. രാവിലെ ആകെ 2 അപ്പാട്ടാണ് കഴിച്ചത്. ഇയമോക്ക് പിന്നെ ഞാൻ ഫുഡ് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വിശക്കുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവൾക്ക് വയറ് നിറച്ച് കൊടുത്തു. എനിക്ക് പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്ന് പറയുമ്പോഴൊന്നും അങ്ങനെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. എന്താ അറിയില്ല, ഭയങ്കര എന്തൊക്കെയോ മനസ്സിന് എന്തൊക്കെയോ ഒരു വിഷമങ്ങളും ഒരു ഇടങ്ങാറുകളൊക്കെ എന്താണെന്ന് അറിയുന്നില്ല. കഴിക്കാനൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ഒരു ഹാല് മക്കളെ, എന്താണെന്നൊന്നും അറിയണില്ല. എന്തൊക്കെയോ ഒരു വിഷമം മനസ്സിലിങ്ങനെ കിടന്നിങ്ങനെ കളിക്കുക, എന്താണെന്നൊന്നും എനിക്കറിയണില്ല. പിന്നെ ഞങ്ങളങ്ങനെ പാലെത്തിയിട്ടോ ഗൈസ്, പാലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുത്തുമണികളെ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ. കോടതിപ്പടി എന്ന് പറയട്ടോ അങ്ങോട്ട്. അപ്പോൾ ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ, മോന് നിൽക്കണ പള്ളി. 3 നിലേൻ്റെ പള്ളിയാണ് കേട്ടോ. ഇത് താഴ്ഭാഗം കാണിക്കുന്നത്. ബസ് പോകണോണ്ട് എനിക്ക് മുകളിലൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു യാറുണ്ട് കേട്ടോ, കിലുക്കട്ടയാറെന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, കോടതിപ്പടീൻ്റെ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിട്ടോ. ഇവിടെ ബസ് സ്റ്റാൻഡ് ഇറങ്ങി മോൻ്റെ പള്ളി അപ്പുറത്താണ് കാണുന്നത് കേട്ടോ. ഒക്കെ ഇനി നമ്മൾ വെറുതെ ജസ്റ്റ് ബീച്ചിലൊന്ന് പോയി നോക്കണം കേട്ടോ, ബീച്ചിൽ. അപ്പോൾ കഴിച്ച് നമ്മൾ പൊന്നാനിയിൽ എത്തിയിട്ടോ. പൊന്നാനിത്തെ പോലീസ് സ്റ്റേഷനായിട്ടാണ് കാണുന്നത്. ഞാൻ പൊന്നാനത്തൊക്കെ ജയിൽ കാണിച്ചു തരാം. ജയിൽ കാണാനില്ല, ഇവിടെ ഡോറുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ പൊന്നാനി ജയിൽ. മതിൽ കണ്ടോ, എന്താ അല്ലേ, പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റാട്ടോ ജയിൽ വരുന്നത്. ഞാൻ കാണിച്ചു തരാം ജയിൽ. ഇവിടെ അവിടെ പോലെ ഇതുണ്ടോ, ഇതാട്ടോ ജയിൽ വരുന്നത്. അപ്പോൾ ഗൈസ് എന്താ ഞങ്ങളിങ്ങനെ മോനെ 1:30 ശേഷമേ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീച്ചിൽ ജസ്റ്റ് പോയിട്ട് വെറുതെ വീഡിയോസൊക്കെ എടുത്തിട്ട് പോരായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാട്ടോ. ഞങ്ങൾ ഏകദേശം ഉണ്ടോ അവിടെയൊക്കെ ബീച്ച് സൈഡ് തന്നെ കേട്ടോ. പക്ഷെ അവിടെ ബോട്ടും കാര്യങ്ങളും തോണി അങ്ങനത്തെ ഒക്കെ നിർത്തി വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകണില്ല കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഉണ്ടല്ലേ, ബുദ്ധിമുട്ടാണ്ട് പോകണില്ല. നമുക്ക് ഇതിലേ പോയേക്കാം. നമ്മളന്ന് പോയില്ലേ
വെള്ളം സർവത്തൊക്കെ കുടിച്ചാൽ ഇതിലേ പോവാം. നമ്മളിങ്ങനെ ഇതിലെ പോയിക്കൊണ്ട് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അന്ന് വീഡിയോ എടുക്കാൻ പോലെ തന്നെ മോനോട്ട് വെള്ളിയാഴ്ച പള്ളിക്ക് വരുന്ന ഒരു മക്കാമില്ലേ, അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. വീട് നേരെ ബീച്ച് നേരെ മുന്നിലതാണ്. അപ്പം അങ്ങോട്ട് പോവാട്ടോ. നമ്മുടെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. നല്ല വെയിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണ മക്കൾ ഇവിടെ ഉസ്താദിനെ വിളിച്ചപ്പോൾ 1:30 ശേഷം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരിവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരിവിടെ ഉണ്ട്. നമ്മൾ ബീച്ചിലേക്ക് പോവാട്ടോ. നല്ല വെയില. അതിൻ്റെ ഒരുമാതിരി ആയിക്കണില്ലേ മുഖമൊക്കെ. ഇവിടെ ഭയങ്കര വേദന ഗൈസ്, ഭയങ്കര വേദന. അപ്പോൾ ഇതാട്ടോ ഈ മോളവിടെ ഫ്രണ്ടിൽ അടക്കുന്നുണ്ട്. നടക്കണം, പോയി നോക്കാം നമുക്ക്. ഏതായാലും 2 മണിക്കൂറോളം നമുക്ക് ടൈമുണ്ട്. 1:30 ശേഷമാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതുവരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. നമുക്ക് വേറെ എവിടെയും പോകാനില്ല, നമ്മളെ കൊണ്ടുപോകാൻ വേറെ ആരുമില്ല. നമ്മൾ പോണ സമയത്ത് നമ്മൾ പോവുക അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബീച്ച്. അപ്പോൾ ഗൈസ് ഇതാട്ടോ ബീച്ച്. ഇയാ ഒരിപ്പോൾ വരൂല, അവരൊക്കെ അടച്ചിട്ടില്ലേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. നല്ല കാറ്റും ഉണ്ട്, എന്നാൽ നല്ല ചൂടും വെയിലും ഉണ്ട്. പോയി നോക്കാം വെറുതെ. ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട്, എന്തിൻ്റെ അറിയില്ല. എന്തിൻ്റെ അറിയില്ല. അടിയൊക്കെ പോണ്ട അവിടെ. എന്തിൻ്റെ അറിയില്ല, പ്ലെയിൻ പോണ സൗണ്ടൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്ന തിര അടിക്കണ സൗണ്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ ശരിയാ, തിര അടിക്കണ സൗണ്ടാണ്. അങ്ങോട്ട് പോകാൻ പറ്റൂലയ്യാ. ഇവിടെ ഒരു ഇതൊക്കെ ചെയ്യണം കേട്ടോ. വല വീശുന്നുണ്ട് 2 ആളുകൾ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അടുത്ത് നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. ഒരു മീന് പിടിക്കാൻ വേണ്ടി പോവാട്ടോ. അയാളുണ്ട്. അയാള് അയാളെന്താ നടുക്ക് പോണ്. ഞാൻ കാണിച്ചുതരാം, ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചുതരാം. കറക്റ്റ് ഒരു തോണിയുണ്ട് കേട്ടോ ഗൈസ്. തോണിയുണ്ട്. മീൻ പിടിക്കണ ആളറിയില്ല. അവിടെയും പിന്നെ അവിടെ 3-4 കാണുന്നുണ്ട്. പിന്നെ ആ തലക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത്രത്തോളം അതിൽ കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല. നല്ല വെയിലാണ്. നല്ല കല്ലുമ്മക്ക് അതിൻ്റെ സ്മെല്ല് ഗൈസ് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ പോവാട്ടോ. എന്താ ഇതിന് പറയാ, ലൈറ്റോ എന്തോ. ലൈറ്റ് ഹൗസിലോട്ട് പോവാട്ടോ. ഞാനൊരു ചോദിച്ചപ്പോൾ പോണതിന് കുഴപ്പമൊന്നുമില്ല എന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാട്ടോ. നല്ല വെയിലാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആകെ കറുത്ത് കരി വളിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ബായ് അങ്ങോട്ട് വാ. അങ്ങോട്ട് പോകല, അവിടെയൊക്കെ താഴ്ച ഉണ്ടാവും. അങ്ങോട്ട് പോരെ. നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അടുക്ക് പോവാട്ടോ. ഈ കല്ലിൻ്റെ കൂടെ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. നല്ല വെയിലൊക്കെ പോയി ഞാൻ നടന്ന് പോട്ടെ കേട്ടോ. പൈസ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിട്ടോ. ലൈറ്റ് ഹൗസാണ് കാണണേ. നടന്ന് എത്തിക്കണത് കാണാട്ടോ. പോയി നോക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് പോയി നോക്കാം. ബീച്ചാണ് കേട്ടോ അവിടെയൊക്കെ. ഓക്കെ, നമുക്ക് പോയി നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിൻ്റെ മേലെ കയറാൻ പോണത്. ആദ്യമായിട്ടാണ് ഇതിൻ്റെ മേലെ കയറാൻ പോണത്.
ഗൈസ് പറ്റൂല, നമ്മൾ വെറുതെ പോന്ന്. 3 മണിക്ക് അത്രേ അത് ഓപ്പൺ ആവുള്ളൂ അത്ര. അവിടെ പൈസ കൊടുക്കണം. അപ്പം ഞങ്ങൾ പോന്നു. നിരാശയായി ഗൈസ്, നിരാശ. 3-3:30 ആവുമല്ലോ. പിന്നെന്താ ഗൈസ് വിശേഷം? നമുക്ക് എല്ലാവർക്കും സുഖമാണോ? നമുക്ക് വലിയ സുഖമൊന്നുമില്ല ഗൈസ്. പിന്നെന്താ വിശേഷം? വയ്യ ഗൈസ്, കുഴങ്ങി. എനിക്കാണെങ്കിൽ വിശക്കണുണ്ട്, തലവേദനിക്കണുണ്ട്. ഇനി കുറച്ച് നേരം ലൈവ് എടുക്കട്ടെ കേട്ടോ, ലൈവ് എടുക്കട്ടെ. മുത്തുമണികളെ, ഒരു റീൽസ്, ചെറിയൊരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതട്ട കല്ലുമ്മൽ. പക്ഷെ ആ കല്ല് നല്ലോണം ഇളകുന്നുണ്ട്. ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ചെറിയ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ല വെയിലും ഉണ്ട്, എന്നാൽ കാറ്റും ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ കളിച്ച് അവിടെ പോന്നിട്ടോ. തെങ്ങുമ്പോൾ തേങ്ങ കണ്ടതാ. അവിടെ അങ്ങനെ നിൽക്കുക ഗൈസ്. അയ്യ, കുറെ ആൾക്കാർ മൂത്ര വെച്ചിട്ടുണ്ടാവും അവിടെ. ഈ അഴിമ നോക്ക എന്താ സാധനം ഉണ്ടല്ലോ അവിടെ. ആണ്ട മുഖമൊക്കെ ഒരുമാതിരി ആയി ഗൈസ്. ഞാൻ ഇവിടുത്തെ ഏരിയ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, അതിലൊന്നും കേക്കൊന്നുമില്ല അങ്ങോട്ടെ. ഞങ്ങൾ ബീച്ചിൽ നിന്ന് നടന്നിങ്ങോട്ട് പോന്നിട്ടോ. മോന് പഠിച്ചതിൻ്റെ അപ്പുറത്തേക്ക് എത്തി. ഞങ്ങളൊരു വീട്ടിൽ കയറിയിട്ട് വെള്ളം ഉണ്ടോ ചോദിക്കട്ടെ, വെള്ളം കുടിക്കാൻ ചോദിച്ചോട്ടോ. കടയണില്ലല്ലോ ഗൈസ്. ഞങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം കിട്ടിയില്ല കേട്ടോ. ഒരു അവിടെ കിണറ്റിൽ വെള്ളം കുടിക്കലില്ല അത്ര. അപ്പോൾ ഒരു വെള്ളം ഓർഡർ ആക്കല അത്ര. മിനറൽ വാട്ടർ മറ്റേ വെള്ളമല്ലേ അത്, എന്താ പറയുക, കൊണ്ടുവരണുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഏതെങ്കിലും കടയിൽ പോയിട്ട് വെള്ളം കിട്ടുമോ നോക്കട്ടെ. അന്നാക്കൊക്കെ ഉണങ്ങിയിരിക്കണു ഗൈസ്. ജീവൊക്കെ പോവോ തോന്നുന്നുണ്ട്. റയ്യാൻ ഈ പള്ളിക്കലുണ്ട് ഗൈസ്. ഓന് അവിടെ മൗലൂദാണ്. ഒക്ക് 1 മണീൻ്റെ ശേഷമുള്ളൂ ദർസ് വിടുള്ളൂ. മുഖമൊക്കെ ഒരുമാതിരി ആയില്ലേ. എനിക്ക് എൻ്റെ ഇവിടെ ഭയങ്കര വേദന ഗൈസ്. ഇവിടെ അടിയാളം എന്താ അറിയില്ല, ഭയങ്കര വേദന. ഇവിടെ തണലുണ്ട്. ഇനി അങ്ങോട്ട് വെയിലാ ഉണ്ടോ. അവിടുന്ന് അങ്ങോട്ടേക്ക് വെയിൽ, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് തണൽ. അപ്പുറത്തേക്ക് ഈ മരം ഉണ്ടായോണ്ടോ. കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടോ, എന്നിട്ട് പോവാം. വയ്യ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വെള്ളം ചോദിക്കാട്ടോ. താങ്ക് യു. വെള്ളം കിട്ടി കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ദാഹം കൊണ്ട് വെള്ളത്തിന് നല്ല ടേസ്റ്റ് കൂടുതൽ. എന്താ അറിയില്ല, അൽഹംദുലില്ലാ ഒരു വെള്ളം തന്നു. എനിക്ക് കുയ്യമ്മ പറ്റ കൊയ്യണം. ശരിയാ ഗൈസ്, ഓർക്ക് വെള്ളം ചെക്കോർ എന്താ ആദ്യം എന്ത് പറഞ്ഞോ. പക്ഷെ പെട്ടെന്ന് വെള്ളത്തിന് ദാഹിച്ചാൽ ഒരാളെന്താ കാട്ടുക അല്ലേ. നോക്കട്ടെ ഇനി ഓക്ക് റിസമോക്ക് എന്തെങ്കിലും ലൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കും. ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ, ഫ്രഷ് ജ്യൂസ്. നല്ല വെയിൽ ഗൈസ്, സഹിക്കാൻ കേൾക്കുന്നില്ല. നമ്മൾ അവിടെ ബേക്കറിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളിവിടെ ഒരു കൂൾ ബാർ ഉണ്ടോ, ആ കൂൾ ബാറിൽ കയറി ജ്യൂസ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ മുത്തുമണികളെ, ചൂടും വെയിലും ഒക്കെ തട്ടി കുഴങ്ങി, നടന്നിട്ടും കുഴങ്ങി. അങ്ങനെ നമ്മളൊരു കൂൾ ബാറിലെത്തി. അവിടുന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. റിസമോൾ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ആയിക്കണം, ഡള്ളായിക്കണം ആകെ. അപ്പോൾ ജ്യൂസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗൈസ് ഇയമോക്ക് ആപ്പിളും ബൂസ്റ്റ് ഇട്ടിട്ടുള്ള ഷേക്ക്, ഞാനൊരു മുസമ്പി ജ്യൂസ് പറഞ്ഞു.
ആപ്പിളാണ് നല്ലത്. ഞാൻ രസം മധുരമുണ്ട്. ഒരു മണി വരെ വെയിറ്റ് ചെയ്യണം കഴിച്ചിന്. 12:15 12:30 എടുത്തിട്ട് വായിക്കോട്ടെ കേട്ടോ. 12:30 ആയിട്ടുള്ള സമയം. ഇവിടെ ഇരിക്കാൻ പറ്റുമോയെന്നും അറിയില്ല, ചോദിച്ചോളാം. ഇത് കുടിക്കട്ടെ കേട്ടോ. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ പൈസ ഇല്ല, അതുകൊണ്ട് ഇത് മാത്രം വാങ്ങിയിട്ടുള്ളൂ. ടേസ്റ്റ് ഉണ്ടെയാ? പേര് ബേക്കറി ഗോൾഡൻ ബേക്കറിയാണ് കേട്ടോ. കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഫാന് ഞങ്ങളെ ഭാഗത്ത് കിട്ടുക അതുകൊണ്ട് നല്ല സുഖം സമാധാനം ഉണ്ടാവും. ചൂടുന്ന് ഒരു സമാധാനം ഉണ്ട്. നമ്മൾ ജ്യൂസ് കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി മോൻ്റെ ഉസ്താദിന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്കിയിട്ട് എന്താ പറയണമെന്ന് നോക്കട്ടെ. നേരത്തെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ സുഖയിനും. നല്ല വെയിലാണ്. ഞാൻ നോക്കട്ടെ, വിളിച്ചു നോക്കട്ടെ ഉസ്താദുമാർക്ക്. അവർ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ ഒരു സുഖയിന്. കാരണം വെയിൽ നല്ല വെയിലപ്പോൾ നട്ട് ഉച്ചയാണ്. 1 മണി ആവാനായി. 12:45 സമയം. 1 മണി കഴിയണം ഓരത് കഴിയണമെങ്കിൽ. അപ്പോൾ ചോദിച്ചു നോക്കട്ടെ ഉസ്താദിനോട്. ഏതായാലും തണുപ്പ് ജ്യൂസ് കുടിച്ചിട്ട് ഒരു സമാധാനം ഉണ്ട്. പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് എൻ്റെ മോനെ നോക്കാം. എല്ലാവരുടെ അസ്സലാമലൈക്കും പറയും. മോനൂന് ഇനി 3 ദിവസം ലീവാട്ടോ. മോന് മാഷാള്ള ഒന്ന് ഉഷാറായിക്കണം. ഒന്ന് ചെറുതായിട്ട് മുഖമൊക്കെ ഒന്ന് കവളൊക്കെ ഒന്ന് ചെറുതായിട്ട്. അപ്പം നമ്മൾ നേരെ പെരി പോവാട്ടോ. ഞങ്ങളിവിടെ മോനെ കൊണ്ടുവരാൻ പോയതേനെ. ഒരു ലീവാണ് 3 ദിവസമായി. അപ്പോൾ ഉള്ള ഓട്ടോ ഡ്രൈവർ ഓരോന്ന് ചോദിക്കാട്ടോ. മോനെ ഇവിടെ ചേർത്തത് എപ്പോഴാണ്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ മറുപടി ഇങ്ങനെ പറയുന്നു. നല്ല ഓട്ടോക്കാരൻ കേട്ടോ, നല്ല സ്വഭാവമായിരുന്നു. നമ്മളെ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇറക്കി. എന്താ പറയുക, മോനൂന് നല്ല സന്തോഷമുണ്ട്. മാഷാ മോനൊന്ന് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ബസ് കിട്ടിയിട്ടോ. ബസ് അങ്ങനെ കിട്ടിയിട്ടോ. നമ്മൾ വേറെ റൂട്ടിനാട്ടോ പോയത്. KSRTCയിൽ പോകാൻ കഴിയാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ പ്രൈവറ്റ് പോയത്. അപ്പോൾ ചുറ്റി കറങ്ങിയിട്ടൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 സീറ്റിലിരുന്നു. പിന്നെ എൻ്റെ തൊട്ടടുത്ത് ബാഗും ഇതൊക്കെ വെച്ചാൽ അത് എൻ്റെ അടുത്ത് മോൾ ഇരുന്നീന് കേട്ടോ. പിന്നെ മോൻ ഇരിക്കണുണ്ടപ്പം അങ്ങനെ ഇരുന്നാണ്. പിന്നെ നമ്മൾ അവിടുന്ന് തിരൂർ സ്റ്റാൻഡിലെത്തി. തിരൂരിൽ നിന്ന് എടുക്കണ വീഡിയോ കേട്ടോ. ബസ്സിൽ കയറിയിട്ട് അല്ല സോറി തിരൂരല്ല, ആ ബസ് തന്നെയാണ്. ആ ബസ്സിൽ ഞങ്ങൾ ഫ്രണ്ട് ഭാഗത്ത് മുന്നിൽ ഇരുന്നാട്ടോ. 3 കൂടെ മുന്നിൽ ഇരിക്കാറങ്ങാണ്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അല്ലാണ്ട് തിരൂരെത്തിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ മോനിനോട് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ബസ്സിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ തന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. തിരൂർ പൊന്നാനി അങ്ങനെ പോണ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. റെയിൽ പാലമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ മക്കളോട് ഇങ്ങനെ പറയുന്നു, തീവണ്ടി പോണ പാലാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ തിരൂരെത്തി. തിരൂർ സ്റ്റാൻഡെത്തി. പിന്നെ മോന് അവിടെ പള്ളിക്ക് ബാങ്ക് കൊടുത്തിന്. അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ മോന് പെട്ടെന്ന് വെച്ച് ഞാൻ നിസ്കരിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ ഓന് നിസ്കരിക്കാൻ പോയതിന് ഞാൻ മോന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് മഞ്ചേരി ബസ് കിട്ടി കേട്ടോ. തിരൂരിൽ നിന്ന് ഡയറക്റ്റ് മഞ്ചേരി ബസ് കിട്ടി. എന്നിട്ട് മലപ്പുറത്ത് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. ഞങ്ങളാകെ ക്ഷീണിച്ചിരിക്കണു കേട്ടോ. നല്ലോണം ക്ഷീണിച്ചിരിക്കണു. ഞങ്ങൾ 3 ആളും. പിന്നെ നമ്മൾ എന്താ പറയുക, മലപ്പുറത്ത് നിന്ന് മക്കരപ്പറമ്പ് ബസ് കിട്ടി. പിന്നെ അവിടുന്ന് ഓട്ടോ കിട്ടിയിട്ടോ. ഓട്ടോയിൽ അങ്ങനെ പോന്നുകൊണ്ട് നിൽക്കുകയാണ്. നല്ലോണം ക്ഷീണിച്ചിരിക്കണു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര ക്ഷീണം. ഞാനൊക്കെ ഒരു വിധം ആയിക്കോട്ടെ. തലവേദനിച്ചിട്ടൊക്കെ ആകെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഫേസ് ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ എല്ലാവരോടും